ആദ്യത്തെ MLA-യിലേക്ക് കടക്കുകയാണ്. തത്സമയം നമുക്കൊപ്പം ആദ്യം ചേരുന്നത് അഡ്വക്കേറ്റ് വിദ്യ ബാലകൃഷ്ണനാണ്, എലത്തൂർ MLA. വിദ്യ, നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. സത്യപ്രതിജ്ഞ കേട്ടു, നമുക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് ഒരു വനിതാ സാന്നിധ്യം. യെസ്, അപ്പോൾ പ്രത്യേകിച്ച് വ്യക്തിപരമായി കൂടി അഭിമാനിക്കുന്നു, ഒരു സ്ത്രീ ആണ് എന്നുള്ള ഘടകത്തിൽ കേട്ടോ. എല്ലാവർക്കും അറിയാൻ കൗതുകമുള്ള ഒരു ചോദ്യം ഞാൻ ആദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ മൊമെന്റിൽ എന്താണ് മനസ്സിലൂടെ പോയത്? ആരെങ്കിലും ആലോചിക്കുകയായിരുന്നോ? അതൊരു ഇനിയുള്ള 5 വർഷക്കാലത്തെക്കുറിച്ച് ആലോചിച്ചിട്ടൊരു പേടിയുണ്ടോ? അതോ ഒരു ആത്മവിശ്വാസം നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നോ? ആ മൊമെന്റിനെ ഒന്ന് വിവരിക്കുമോ ആദ്യം? തീർച്ചയായിട്ടും അടുത്ത 5 വർഷക്കാലം മണ്ഡലത്തിലെ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ആ ഒരു നിമിഷവും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ പേടിയുണ്ടാവേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. മുമ്പ് കോർപ്പറേഷനിൽ 2 തവണ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് തന്നെ ഒരു സന്തോഷമുള്ളൊരു നിമിഷമാണ്. കാരണം ജീവിതത്തിൽ അസംബ്ലിയിൽ മത്സരിക്കാനുള്ളൊരു അവസരം കിട്ടുക, അങ്ങനെ ഒരു പാർട്ടി അങ്ങനെ ഒരു അവസരം തന്നു. അതിൽ നല്ല രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്തു. എലത്തൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ UDF-ൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി വന്ന് ജയിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കായിരുന്നു. പക്ഷേ അതിൽ മുന്നോട്ട് വരാൻ സാധിച്ചു. ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള വലിയ പ്രചോദനവും നല്ല പ്രോത്സാഹനവുമാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മണ്ഡലത്തിലെ ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പ്ലാനിങ് മനസ്സിലിപ്പോൾ ഉണ്ട്. സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന സമയത്തും എലത്തൂരിലെ ജനങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വിദ്യയെ സംബന്ധിച്ച് പല ഭാരവാഹിത്വങ്ങളും നിർവഹിച്ചിട്ടുണ്ടെങ്കിലും ഈ എലത്തൂരിലെ ജയം അതൊരു ചെറിയ ജയമല്ല കേട്ടോ. കാരണം ഒരു ഇടതു കോട്ട പോലെയുള്ള ഒരു ഇടത്താണ് വിദ്യ വിജയിച്ച് കയറുന്നത്. അതും മന്ത്രിയായിരുന്ന AK ശശീന്ദ്രനെ തോൽപ്പിച്ചുകൊണ്ട് 4 തവണ തുടർച്ചയായി അവിടെ ജയിച്ചു വന്നിരുന്ന ഒരാളെ മലർത്തിയടിച്ച് ഒരു അട്ടിമറി വിജയം നേടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല. അതും ഒരു യുവമുഖം, ഒരു പുതുമുഖം, അതൊക്കെ ഈ വിദ്യയ്ക്ക് ഗുണകരമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. വോട്ടുകളിൽ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ വോട്ടുകൾക്ക് പുറമേ തന്നെ നിഷ്പക്ഷ വോട്ടുകളും യുവജനങ്ങളുടെ വോട്ടുകളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല മുതിർന്ന നേതാവായപ്പോൾ MP MK രാഘവന്റെ ഒക്കെ ഒരു പിന്തുണ, അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വം മുഴുവൻ സമയവും ഉണ്ടായിരുന്നതായി അറിയാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ മുതിർന്ന നേതാക്കളിൽ നിന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ UDF-നകത്തുള്ള മുതിർന്നവരായിട്ടുള്ള നേതാക്കൾ നൽകിയിട്ടുള്ള ഒരു ഉപദേശം എന്തായിരിക്കും വിദ്യയ്ക്ക്? അങ്ങനെ ആരെങ്കിലും നൽകിയിട്ടുണ്ടോ? അല്ല, എല്ലാവരും അത് തന്നെയാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ മണ്ഡലം എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. തുടർച്ചയായിട്ട് ഇടതുപക്ഷം മാത്രം ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ നമുക്കറിയാം ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. പഞ്ചായത്തുകളിലൊക്കെ UDF-ൻ്റെ ഒരു തിരിച്ചുവരവ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഉപദേശം എന്ന് പറയുന്നത് മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ടുള്ള വർക്ക് ആയിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ലീഡർഷിപ്പൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ളൊരു പ്രവർത്തനം, അതിനിപ്പം പ്രത്യേകിച്ചും UDF-ൻ്റെ ഒരു ഭരണം ഉണ്ടാകുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റുകളൊക്കെ ഓണാക്കാനും അതിനു വേണ്ടിയുള്ള സപ്പോർട്ടെല്ലാം മിനിസ്റ്റേഴ്സിനെയൊക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മറ്റത് ഈ പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള സമര പോരാട്ടത്തിലൊക്കെ വിദ്യ ഉണ്ടായിരുന്നതാണ്. ജയിലിൽ കിടന്നിട്ടുള്ള അനുഭവമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഭരണപക്ഷത്താണ്. അപ്പോൾ ചിലപ്പോൾ ചില സമരങ്ങളെയൊക്കെ ചെറുത്തു തോൽപ്പിക്കേണ്ട, പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും ഇനിയുള്ള 5 വർഷം ഉണ്ടാകുക. അപ്പോൾ എങ്ങനെയാണ് സമരമുഖത്ത് കാണാമോ നമുക്ക്? അതോ പല സമരങ്ങളെയും പ്രതിരോധിക്കാൻ ശക്തമായി ഒരുങ്ങിക്കെട്ടി നിൽക്കുകയാണോ? സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിന്റെ റോളും പ്രതിപക്ഷത്തിന്റെ റോളും രണ്ടും രണ്ടാണ്. പക്ഷേ ഏത് ഭരിക്കുന്നു എന്നുള്ളതല്ല, നമ്മളെ ശരിയായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പുതിയ, എനിക്ക് തോന്നുന്നു യൂത്തിൻ്റെ ഒക്കെ ഒരു ട്രെൻഡ് അങ്ങനെ തന്നെ ആയിരിക്കും. ഒരുപാട് യുവ MLA-മാർ കടന്നു വരുന്ന സമയത്തും ജനപ്രതിനിധികളാകുന്ന സമയത്തും ഒക്കെ അവരുടെ ആഗ്രഹവും നേരിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെ ആയിരിക്കും. സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ഈ ഇങ്ങനെ ഒരു സമര പോരാളിയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ കൂടി അഭിമാനമുണ്ട്. മറ്റൊന്ന്, ഈ യൂത്തിൻ്റെ ഒരുപാട് യങ് ആയിട്ടുള്ള ആളുകൾ മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. അതിൽ തന്നെ യുവ മന്ത്രിമാരൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ക്യാബിനറ്റ് ആണല്ലേ. അപ്പോൾ ജനീഷിൻ്റെ ഒക്കെ ഒരു മന്ത്രിസ്ഥാനത്തേക്കുള്ള വരവിനെയൊക്കെ വിദ്യ എങ്ങനെയാണ് കാണുന്നത്? നമുക്കൊന്ന് മന്ത്രിയൊക്കെ ആവണ്ടേ കുറച്ച് കഴിയുമ്പോഴേക്കും? വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു ചെറിയ പ്രായത്തിലേക്കൊക്കെ മന്ത്രിസഭയിലേക്ക് ഇടം നേടുക എന്ന് പറയുന്നത്
എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് അത് UDF നടന്നിട്ടില്ല, LDF നടന്നിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റമാണ് UDF ഇത്തവണ OJ ജനീഷിലെയൊക്കെ മന്ത്രിസ്ഥാനത്തിലൂടെ നൽകിയിട്ടുള്ളത്. അതൊരു വലിയ മുന്നേറ്റത്തിന് കാരണവും പ്രത്യേകിച്ചും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF സംബന്ധിച്ച് ഇത്ര വലിയ വേവ് ഉണ്ടാവാൻ കാരണം കേരളത്തിലെ ജെൻസി വോട്ടേഴ്സ്, അത് വലിയ രീതിയിൽ വലിയ ശതമാനം ജെൻസി വോട്ടേഴ്സ് UDF അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധിയുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു യുവാക്കളെ ഭരണത്തിൻ്റെ സ്ഥിര കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരിക. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, മെയ് മാസം 21-ാം തീയതി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം കൂടെയാണ്. അപ്പോൾ യുവാക്കളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയും സ്വപ്നവും ഉണ്ടായിരുന്ന രാജീവ് ഗാന്ധി വിഭാവനം ചെയ്ത ഒരു പാതയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങളുടെ പ്രസ്ഥാനം കടന്നു പോവുകയാണ്. അപ്പോൾ യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് ഇത്തവണ ഒരുപാട് ആളുകൾ ജയിച്ചു വന്നു, ഒരുപാട് ആളുകൾക്ക് മത്സരിക്കാൻ അവസരം കൊടുത്തു. അതിൽ നിന്ന് തന്നെ മന്ത്രിമാരുൾപ്പെടെ OJ ജനീഷിനെ പോലുള്ള ആളുകൾ കടന്നു വരുമ്പോൾ കേരളത്തിലെ യുവാക്കൾക്ക് വലിയ പ്രതീക്ഷയും വലിയ ഒരു അവരുടെ ആഗ്രഹത്തിനൊപ്പം ഭരണകൂടം നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടെയാണ് ഇതിലൂടെ ഞങ്ങൾ ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇനിയുള്ള 5 വർഷക്കാലം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ. പ്രത്യേകിച്ച് ഒരു സർക്കാർ എന്ന നിലയ്ക്ക് കൂടി ഞങ്ങൾ മാധ്യമങ്ങൾ കൂടി ആശംസിക്കാനുള്ളത് അതാണ്. എല്ലാ തരത്തിലും ഉഷാറായിരിക്കട്ടെ. സ്ക്രീനിൽ ഇപ്പോൾ മറ്റൊരു